வியூவர்ஸ், நம்ம இப்போ குமரகம் போட்டிக்கு வந்திருக்கோம். இப்போ அதை பற்றி நம்ம கூட ஷேர் பண்ணுறதுக்கு நம்ம கூட வந்து போட்டோடைய ஓனர் இருக்கார். அவர்களுக்கு கேட்கலாம் எப்படி அந்த എക്സ്പീരിയൻസ് சொல்லிட்டு. എങ്ങനെ ഞാൻ ബോട്ട് എടുത്ത അതിൻ്റെ ഞാൻ ബോട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 23 വർഷമായി. ബോട്ട് എടുത്തിട്ട് നമ്മൾ ബോട്ട് ഡ്രൈവറാണ്. സ്വന്തം ബോട്ടാണ്, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നത്. 23 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ്. പിന്നെ പേപ്പറുകളൊക്കെ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പേപ്പറുകളെല്ലാം വേണം. ലൈസൻസ്, ബോട്ടിന് ലൈസൻസ് വേണം, ഓടിക്കുന്നതിന് ലൈസൻസ് വേണം. കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറയാം. ഇല്ല, ഇതര എത്ര ഡിസ്റ്റൻസ് ആയിട്ടുണ്ട്, ഇവിടെ പോയിട്ട് തിരിച്ചു വരാം, എവിടെ കാണാം, എന്തെന്ത് പ്ലേസ് കാണാം? ഇപ്പോൾ കനാല് വഴി പോകാന്ന് പറഞ്ഞാൽ കനാലിൽ ഇറങ്ങിയെന്നാൽ ലേക്ക് വരും. ലേക്കിലേക്ക് എന്ന് പറഞ്ഞാൽ വേമ്പനാട് ലേക്ക്. അത് കനാല് പറയുന്ന ചെറിയ തോട്ടിലാണ് കനാൽ എന്ന് പറയുന്നത്. പിന്നെ ലേക്ക് പറയുന്ന അറിയാമല്ലോ, വലിയ ലേക്കാണ് വേമ്പനാട് ലേക്ക് എന്ന് പറഞ്ഞാൽ വലിയ ലേക്ക്. ഇവിടുത്തെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് ലേക്ക് എന്ന് പറയുന്നത്. അവിടെ കറങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ച് ട്രാഫിക് വലിയ വരുന്നത്. വേറെ ഏതാ സ്ഥലം കാണാൻ വേണ്ടി സ്ഥലമുണ്ട് ഇവിടെ? ബോട്ടിംഗ് ആണ് ഇവിടെ. ബോട്ടിങ്ങിന് കനാലാണ് മെയിനായിട്ട് വരുന്നത്. കനാലാകുമ്പോൾ നമുക്ക് ഒത്തിരി കാണാനുണ്ട്. രണ്ട് സൈഡിലും പാടശേഖരങ്ങള്, വീടുകള്, വില്ലേജ് ഏരിയയാണ് വീടുകള്. പിന്നെ ഈ നാട്ടിൽ താമരയല്ല, ലോട്ടസ് എന്ന് പറയുന്നത്. അത് രാവിലെ വന്നാലേ ലോട്ടസ് വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ അത് പൂമ്പി രാവിലെയാണ് വിരിഞ്ഞ് നിൽക്കുന്നത്. എത്ര സമയം വരെ രാവിലെ? അത് രാവിലെ ഒരു 10 മണി വരെ. ആ സമയം ബോട്ട് അലോഡ്? അതിന് മുന്നേ നമ്മൾ ബോട്ടിങ്ങിന് പോകും, എന്നാലേ നമുക്ക് അതിന്റെ ഭംഗി കാണാൻ. നല്ല രസമാണ് പൂ കാണാൻ. ഇപ്പൊ പോലെ പോകുന്ന വഴി കാണാം, പൂ ഇങ്ങനെ അടഞ്ഞു നിൽക്കും. രാവിലെ അങ്ങനെ കാണാം. പിന്നെ കുറെ പക്ഷികളെ കാണാം, പോകുന്ന വഴിക്ക് പക്ഷികളൊക്കെ ഉണ്ടാവും, അത് കാണാം. വില്ലേജ് ഏരിയയാണ് ഏറ്റവും നല്ലത്. പിന്നെ കായലിലേക്ക് പോകുന്ന നമുക്ക് ഇവിടെ ഒരു ദ്വീപുണ്ട്, ഒരു ഐലൻഡ് ഉണ്ട്. ആ സൈഡ് ബാക്ക് വാട്ടറിൽ ഒരു ഐലൻഡ് ഉണ്ട്. അവിടെ പോകുന്നത് 2 മണിക്കൂർ പോയി വരുന്നതിന് 2 മണിക്കൂർ. അവിടെ ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇറങ്ങി നടക്കും. ലേക്കില് അവിടെ ചുറ്റും നടക്കാം. ഒരു 15 മിനിറ്റ് അവിടെ കിട്ടും നടക്കാം. അത് ടൂറിസ്റ്റ് ഏരിയ ആണ്. ടൂറിസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ആണ്, ഫോറസ്റ്റ് ആണ്. ടൂറിസ്റ്റുകൾക്കുള്ള ഇത് വേണ്ടിയിട്ട് ഇരിക്കുന്നത്. മൊത്തം കാണാണ്, നടക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. വേറെ മൃഗങ്ങളൊന്നുമില്ല, പക്ഷികൾ. ഇതാണ് ഇവിടുത്തെ ഒരു. പിന്നെ ഈ കാഴ്ച എന്ന് പറയുന്ന എല്ലാവർക്കും ഇപ്പൊ എല്ലാ സംഗതി ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇത് ഏത് സമയത്തിലാണ് സീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് നവംബർ ഡിസംബർ ആണ് സീസൺ പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇച്ചിരി ഓട്ടം കൂട്ടി വരുന്നത് ഈ സ്കൂൾ അടച്ചു മാർച്ചിലാണ്, ലീവ് സമയത്തിലാണ്. അന്നേരം ഇച്ചിരി ഓട്ടം. അതെല്ലാം എപ്പോഴും ഓട്ടം ഉണ്ട്. ഇപ്പൊ മഴക്കാലാണെങ്കിലും ഇപ്പൊ റെയിൻ സീസൺ ആണെങ്കിലും ഓട്ടം ഉണ്ട്. ഓട്ടം ഉണ്ടാവുന്ന പറയുന്ന കാലാവസ്ഥയുടെ ഒക്കെ അറിഞ്ഞ് കായലിലേക്ക്, നമുക്ക് ലേക്കിലേക്ക് ഇറങ്ങണം. ഇവിടെയൊക്കെ നമുക്ക് ഓടാം. കായലിലേക്ക് ഇറങ്ങണമെങ്കിൽ മഴക്കാർ വയ്ക്കുന്നത് കാറ്റുണ്ടാവും ഇല്ലെന്നുള്ളത് അതറിയാനൊക്കെ. മഴക്കാർ വയ്ക്കില്ല, കാറ്റെടുക്കുമെങ്കിൽ അതറിഞ്ഞിട്ടേ പോകും. சரி ஏட்டா, நீங்கள வந்து கண்டது, நீங்கள வந்து இவ்வளோ போட் எடுத்து கண்டு இவ்வளோ வீடியோ எடுத்தது ரொம்ப ഇഷ്ടപ്പെട്ടു. സൈഡൊക്കെ എടുക്കുക, അന്നേരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നോക്കിട്ട് ചോദിക്കുക, അന്നേരം പറയാം.